ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വേർഷൻ അപ്ഡേറ്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണാമി ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. നമ്മളിത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടോപ്പ് 5 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ടോപ്പ് 5 അപ്ഡേറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഗെയിം പ്ലേയിൽ വന്ന ചേഞ്ചസിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, അപ്ഡേറ്റിന് ശേഷം നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ച് തന്നെ നമ്മുടെ ഗെയിം പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത് പാസിംഗ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഗെയിമിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്യാവശ്യം പാസിംഗ് സ്കില്ലും ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെയുള്ള പ്ലേയേഴ്സിന് നല്ല രീതിയിൽ ഗെയിമിൽ പാസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ പാസിംഗ് ഒക്കെ ഇട്ട് ബിൽഡപ്പ് ചെയ്യുന്ന പ്ലെയർ ആണ് അല്ലെങ്കിൽ യൂസർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ മെയിൻലി നമ്മുടെ ബിൽഡപ്പിനും അതുപോലെ തന്നെ ഡിസ്ട്രോയേഴ്സിനും അതുപോലെ തന്നെ ആങ്കർ മാനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ അവരുടെ മൂവ്മെന്റിലായിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ നല്ല രീതിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫൻസ് ചെയ്യാനും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനും ഈ ഒരു വേർഷൻ അപ്ഡേറ്റിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ഫിനിഷിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പാസിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് മൂവ്മെന്റ് കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗോൾ കീപ്പറുടെ പെർഫോമൻസിലും നമുക്ക് നല്ല രീതിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അഡീഷണൽ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഗോൾ കീപ്പർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിം പ്ലേയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പർക്കും നല്ല രീതിയിൽ സേവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഈ ഒരു അപ്ഡേറ്റിൽ ഫീൽ ചെയ്ത ഒന്നാമത്തെ ചേഞ്ച് നമ്മുടെ ഗെയിം പ്ലേയിൽ വന്നിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സെക്കൻഡ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ യൂസറും കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ആ ഒരു പ്രശ്നം കൊണാമി ഈ ഒരു അപ്ഡേറ്റിൽ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ പ്ലേയേഴ്സിന്റെ സ്കില്ലുമായിട്ട് അല്ലെങ്കിൽ സ്കിൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു പ്ലെയർക്ക് 5ഓളം സ്കില്ലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ആ ഒരു സ്കില്ല് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ വിചാരിച്ച സ്കില്ല് ലെഗസി ട്രാൻസ്ഫർ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എന്നാലും നമുക്ക് ഇപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഏതെങ്കിലും ഒരു സ്കില്ല് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും കൊണാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. നമുക്ക് യൂസർക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയർക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്കില്ല് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് മുന്നേ റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കില്ല്, അതായത് നമ്മൾ ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ് ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിങ്ങിന് വരുന്ന പ്ലേയേഴ്സിന് വേണ്ടുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെ അപ്ലൈ ആവാറുണ്ട്. ഇത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ തലവേനയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരു സ്കിൽ ടോക്കണും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും നമ്മുടെ ഗെയിമിൽ കൊണാമി തരുന്നില്ല. സോ നമുക്ക് ഒരുപാട് ഇവന്റും കാര്യങ്ങളൊക്കെ കളിച്ച് കിട്ടുന്ന ആ ഒരു സ്കിൽ ടോക്കണും കാര്യങ്ങളൊക്കെ ഇതുപോലെ റാൻഡം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ആവാറാണ് പതിവ്. അല്ലാത്ത പക്ഷം നമ്മൾ ലെഗസി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ കൊണാമി കൊണ്ടുവന്നേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നമുക്കിപ്പോൾ ഒരു പ്ലെയർക്ക് സ്കില്ല് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ റാൻഡം കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ബാർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് കാറ്റഗറി പ്ലെയർ ആണ് ആ ഒരു പ്ലെയർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ മിഡിൽ കളിക്കുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസിംഗ് ഇവിടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പാസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്ലെയർക്ക് അപ്ലൈ ആവാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഹീൽ ട്രിക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വൺ ടച്ച് പാസ് ആഡ് ആവാം, അതുപോലെ തന്നെ ത്രൂ പാസിംഗ്, ഇതുപോലുള്ള പാസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു പ്ലെയർക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്കിൽ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്കില്ല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പാസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് എനിക്ക് ഗെയിമിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ തേർഡ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം കൊണാമി ഈ ഒരു അപ്ഡേറ്റിൽ സോൾവ് ചെയ്തേക്കുവാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ബാറിനെ കുറിച്ചാണ്. നമുക്ക് ഇനി മുതൽ നമ്മൾ ഓൺലൈൻ മാച്ച് കളിക്കുന്ന ടൈമിൽ നമ്മുടെ ഓപ്പോണന്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെയും നെറ്റ്വർക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ടൈമിൽ നമ്മുടെ ഓപ്പോണന്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെയും ആ ഒരു സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചു നിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓപ്പോണന്റ് നമ്മളോട് വന്ന് പറയുകയാണ് ആ ഒരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു മാച്ചിൽ ഫെയിലും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ചങ്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പണി തന്നെയാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഈ പുള്ളിക്കാരൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റൊരു യൂസാണ് നമുക്ക് നമ്മുടെ തന്നെ സിഗ്നൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സിഗ്നലും കാര്യങ്ങൾ കിട്ടുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടും. ഇതുപോലെ ഒരുപാട് യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യത്തിനും ഇനി ബ്ലെയിം ചെയ്യേണ്ട. നമുക്ക് കൃത്യമായിട്ട് തന്നെ ലൈവായിട്ട് കൊണാമി അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ സിഗ്നൽ സ്ട്രെങ്ത് എന്താണ്, നമുക്ക് എന്തുകൊണ്ടാണ് ഗെയിമിൽ ലാഗ് വരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു കാര്യം കൊണ്ടുവന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെയും സിഗ്നൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ നമ്മുടെ ഫോർത്ത് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്ത പ്രശ്നമായിരിക്കും നമ്മുടെ കിക്ക് ഓഫ് ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഗെയിമിലുണ്ടായിരുന്നു. മാച്ചിൻ്റെ നിർണായക സമയത്ത് നമ്മൾ ലീഡിൽ നിൽക്കുന്ന ടൈമിൽ പോലും ആ ഒരു ഓപ്പോണന്റിന് കിക്ക് ഓഫിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലുണ്ടായിരുന്നു. എന്നാൽ കൊണാമി ഈ ഒരു അപ്ഡേറ്റിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനൊക്കെ ഒരുപാട് ഫേസ് ചെയ്തൊരു പ്രശ്നം തന്നെയായിരുന്നു. നമ്മളൊരു 1-0 ലീഡിലൊക്കെ നമ്മളൊരു 80-ാം മിനിറ്റിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഓപ്പോണന്റ് വളരെ ഈസി ആയിട്ട് തന്നെ കിക്ക് ഓഫിൽ തന്നെ നമ്മുടെ ഡിഫൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഡിഫൻസും കാര്യങ്ങളൊന്നും ആ ഒരു കിക്ക് ഓഫിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെറുതെ നോക്കി നിൽക്കുന്ന ആ ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗെയിമിലുണ്ടായത്. പക്ഷെങ്കിൽ പൂർണ്ണമായിട്ടും കൊണാമി ആ ഒരു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഗിൽ വന്നേക്കുന്ന റിവാർഡ് തന്നെയാണ്. നമുക്കിവിടെ ലീഗിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് 1 to 200 റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള യൂസേഴ്സിന് നമുക്ക് 100ഓളം സെലക്ടഡ് ബൂസ്റ്റർ ടോക്കനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്ക് അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് റിവാർഡും കാര്യങ്ങളൊക്കെ കൊണാമി തരുന്നുണ്ട്. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ലീഗ് മാച്ചസിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും കൊണാമി അതിന് കണക്കായിട്ടുള്ള റിവാർഡും കാര്യങ്ങളും തന്നിട്ടില്ല. സോ ഇതുപോലുള്ള റിവാർഡുകൾ നമ്മുടെ ലീഗ് മാച്ചസിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാനുള്ള ഒരു സ്പിരിറ്റും കാര്യങ്ങളൊക്കെ കൂടുമെന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പേഴ്സണലി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ. ഇതുകൂടാതെ തന്നെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്ന ഫീച്ചർ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്യുന്ന ടൈമിൽ ഒരു 900 കോയിനും കാര്യങ്ങളും കൂടി സൈൻ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സൈനിൽ കിട്ടിയേക്കുന്ന പ്ലെയർ ഒക്കെ ബേസ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ തന്നെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബെസ്റ്റ് ആണ് ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.